ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് നോക്കാം. വിഷപദാർത്ഥങ്ങളുള്ളിൽ ചെന്നാൽ പോയ്സണിങ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതായത് ഒരു വ്യക്തി വിഷം കഴിച്ചിട്ട് കിടക്കുകയാണെന്ന് മനസ്സിലായ ചുറ്റുപാടുകളിൽ നിന്നും അവരെ വിഷക്കുപ്പിയോ അല്ലെങ്കിൽ ഗുളികകളോ അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ഛർദി അതിന്റെ സാമ്പിൾ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഡോക്ടേഴ്സിന് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചികിത്സ നൽകാനായിട്ട് പറ്റും. പിന്നെ ഛർദ്ദിക്കാനായിട്ട് പ്രേരിപ്പിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വായിൽ കൈയിട്ടിട്ട് ഛർദ്ദിപ്പിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. രോഗി ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് CPR കൊടുക്കുന്നത് നമ്മൾ തുടരണം. കൃത്രിമമായിട്ട് നമ്മൾ ശ്വാസം കൊടുക്കുമ്പോൾ ഒക്കെ അതുപോലെ തന്നെ നമ്മൾ രോഗിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ വളരെയധികം മുൻകരുതലുകൾ സ്വീകരിച്ചിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട്. ഇനി ഭക്ഷ്യവിഷബാധ, ഫുഡ് പോയ്സണിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഭക്ഷണം ഇപ്പൊ നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ കാണുന്നതാണ് അല്ലെ, ഭക്ഷ്യവിഷബാധ ഏറ്റവും. അത് ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ വരണമെന്നില്ല. ചിലവർക്ക് ഒരു ദിവസത്തിനുള്ളിലൊക്കെ ആവും അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അപ്പൊ ഭക്ഷ്യവിഷബാധ ഏറ്റവും ഉറപ്പാണെങ്കിൽ ആ വ്യക്തിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അതുകൂടാതെ ഛർദ്ദിച്ചൊക്കെ പോകുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡയറിയ പോലെയുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പൊ ആ ടൈമിലൊക്കെ ധാരാളം പാനീയങ്ങൾ കുടിക്കാനായിട്ട് കൊടുക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് ആ രോഗിനെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ഇവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഷോക്കിന്റെ രോഗലക്ഷണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അമിത നാഡീസ്പന്ദനം, അപസ്മാരം, മുഖത്തുള്ള വിളർച്ച, ശ്വാസം മുട്ടൽ. അപ്പൊ രോഗലക്ഷണം അല്ലാത്തതാണ് ചോദിച്ചേക്കണേ. അപസ്മാരം എന്നുള്ളത് ഷോക്ക് അടിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല. അമിതമായിട്ട് നാഡീസ്പന്ദനവും മുഖത്ത് വിളർച്ചയും ശ്വാസം മുട്ടലും ഒക്കെ ഷോക്ക് ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ അപസ്മാരം തെറ്റായ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയേക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.